പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അനുസരണക്കേട് വരുത്തുന്ന വിന എന്നതിനെക്കുറിച്ചാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമായ കർത്താവേ, ഈ വചന ശുശ്രൂഷകളിലേക്ക് അവിടുന്ന് മുദ്ര ചെയ്ത് വേർതിരിച്ചിട്ടുള്ള എല്ലാ ദൈവമക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും അത്ഭുതകരമായ അഭിഷേകം ഇപ്പോൾ നിറയട്ടെ. ഓ കർത്താവേ, അനുസരണക്കേടിൻ്റെ ദുരാത്മാക്കളാൽ ബന്ധിക്കപ്പെട്ട് കിടന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും ഈ നിമിഷം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ തടസ്സം അനുഭവപ്പെടുന്ന
കുടുംബങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. വചനം കേൾക്കുമ്പോൾ മല്ലടിക്കുന്ന പ്രകൃതങ്ങൾ, എതിർപ്പ്, പലതരത്തിലുള്ള വിമത സ്വഭാവങ്ങൾ, ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിക്കുന്ന പ്രകൃതം, ഇങ്ങനെയുള്ള ദുർഭിടകളാൽ വലയുന്ന ഓരോ മകനെയും മകളെയും എല്ലാ ദുർഭിടകളിൽ നിന്നും എല്ലാ ദുർശക്തികളിൽ നിന്നും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബന്ധിച്ച് വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ ആധിപത്യ ശക്തികൾ ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അനുസരണത്തിന് അത്യത്ഭുതമായ സ്ഥാനമാണ് ദൈവം കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ദൈവ പൈതലിൻ്റെ സകല തകർച്ചയ്ക്കും വേണ്ടി യത്നിച്ചു കൊണ്ടിരിക്കുന്ന, അവൻ്റെ പരാജയം ആഗ്രഹിച്ച് നിലയുറപ്പിച്ചിരിക്കുന്ന ദുഷ്ടാത്മാവ് അവനെ അനുസരണക്കേടിൻ്റെ ബന്ധനത്തിൽ കുടുക്കാൻ രാപകലുകൾ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ബൈബിളിൽ നിന്നൊരു കഥാപാത്രത്തെ അപഗ്രഥനം നടത്തിക്കൊണ്ട് ഈ ഒരു ദൈവിക വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യോനായുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം. അമിത്യായുടെ മകനായ യോന ഒരു നാൾ ദൈവത്തിൻ്റെ അരുളപ്പാട് സ്വീകരിച്ചു. ദൈവം യോനായോട് അരുളി ചെയ്തു, നീ നിനവെ പട്ടണത്തിൽ ചെന്ന് ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനവെ പട്ടണം എന്ന് പറയുന്നത് അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. ആ കാലഘട്ടത്തിൽ പേരുകേട്ട പട്ടണമാണ്. 1,20,000 പേര് വസിക്കുന്നൊരു പട്ടണമാണ്. ബാർബേറിയൻസ് ആയ പല തരത്തിലുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെയുള്ള പട്ടാളക്കാർ യുദ്ധ തടവുകാരൊക്കെ ജീവനോടെ കണ്ണും നാവെല്ലാം കുത്തിപ്പറിച്ചെടുക്കുന്ന തരം കാട്ടാളത്തരം കാണിച്ചിരുന്നുവെന്ന് അവരുടെ സൈന്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്തായാലും ബൈബിൾ പറഞ്ഞെങ്ങനെയാണ്, ഈ പട്ടണത്തിൻ്റെ ദുഷ്ടത ദൈവ സന്നിധിയിലേക്ക് ഉയർന്ന് ഈ പട്ടണം 40 ദിവസത്തിനുള്ളിൽ ഇവർ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ 40 ദിവസത്തിനുള്ളിൽ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുകയാണ്. അത്രമാത്രം ദുഷ്ടതയും അത്രമാത്രം തിന്മയും അത്രമാത്രം അകൃത്യങ്ങളും പെരുകിയ ഒരു പട്ടണവും അത് ചെയ്തിരുന്നൊരു ജനതയും. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് യോനായെ കർത്താവ് അയക്കുന്നത്. യോന സ്വാഭാവികമായി ദൂത് കേട്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ വലിയൊരു സംഘർഷം ഉണ്ടായി. ഞാൻ ചെന്നാൽ എൻ്റെ സ്ഥിതി തന്നെ അപകടത്തിലാകും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവൻ്റെ ഉള്ളിൽ ദൈവം നൽകിയ ഈ നിർദ്ദേശത്തെ അനുസരിക്കാതിരിക്കാനുള്ള പ്രലോഭനം ഉണ്ടായി. അവൻ ചിന്തിച്ച്, ഞാൻ ദൈവത്തിനെ അനുസരിക്കുകയില്ല, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടി മറയും. യോന ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കാൻ തീരുമാനിച്ച്. പ്രൈസ് ദ ലോർഡ്. അവൻ കടൽ തീരത്തേക്ക് ചെന്ന് യോപ്പായിലേക്ക്, യോന താർഷീസിലേക്ക് ഓടി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മറയാൻ ഒരുങ്ങി. അവൻ അങ്ങനെ ജോപ്പയിലെത്തി. അവിടെ താർഷീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് യാത്രക്കൂലി കൊടുത്ത് അവൻ അതിൽ കയറി. നോക്കുക, ദൈവം നിനവേലേക്ക് പോകാൻ പറഞ്ഞു, യോന താർഷീസിലേക്ക് കപ്പൽ കയറി. അനുസരണക്കേടിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ പിടിമുറുക്കി. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ വഴിയെ നടക്കാൻ ദൈവാത്മാവ് നിർബന്ധിച്ചപ്പോൾ അവനിതാ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം വഴിയെ അവൻ യാത്ര തിരിച്ച്. അവൻ നിനവേലേക്കല്ല, അവൻ സ്വന്തം ഇഷ്ടസ്ഥലത്തേക്ക് താർഷീസിലേക്ക് കപ്പൽ കയറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുസരണക്കേടിനോടനുബന്ധിച്ച് ഒരുപാട് തരത്തിലുള്ള ദുരന്തങ്ങളും പ്രതികൂലങ്ങളും ആ ജീവിതത്തെ വലയം ചെയ്യുമെന്ന് യോനായുടെ പുസ്തകം നമുക്കൊരു ആത്മീയ വെളിപ്പെടുത്തൽ നൽകുകയാണ്. ഈ അനുസരണക്കേടിൻ്റെ വഴികളിലൂടെ യോന നടക്കാൻ ആരംഭിച്ചതും അവൻ കപ്പൽ കയറി താർഷീസിലേക്ക് യാത്ര പുറപ്പെട്ടതും ഇതാ കടലിൽ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. കപ്പൽ തകരുമെന്ന സ്ഥിതിയിലെത്തി. കപ്പിത്താനും കപ്പൽ ജോലിക്കാരും വർഷങ്ങളോളം ആ കടലിൽ കപ്പൽ ഓടിച്ചിട്ടുള്ളവരാണ്. പുതുമയായി പെട്ടെന്ന് ആദ്യമായി ഇറങ്ങിയ കപ്പിത്താനും കപ്പൽ ജോലിക്കാരും അല്ലെന്ന് ബൈബിളിലെ പ്രതിപാദ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. അങ്ങനെ വർഷങ്ങളായി ആ കടലിൽ കപ്പൽ ഓടിച്ചിട്ടുള്ളവരാണെങ്കിലും അവർക്ക് പോലും തരണം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ പ്രതികൂലം ആ കപ്പലിൻ്റെ മേൽ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണ്? അനുസരണം കെട്ട ഒരു സന്തതി അതിനുള്ളിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. അനുസരണം കെട്ട യോന, ദൈവത്തോട് മറുതലിക്കുന്ന, ദൈവത്തോട് മത്സരിക്കുന്ന, ദൈവത്തിന് വഴിവിട്ട് സ്വന്തം വഴിയെ നടക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന യോന ഇതാ ഈ കപ്പലിനകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ.
പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒന്ന് ചിന്തിച്ച് നോക്ക്. എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ, എൻ്റെയും നിങ്ങളുടെയും മനസ്സിലുള്ള അടിസ്ഥാനപരമായ പ്രവണത എന്താണ്? ദൈവത്തിൻ്റെ വഴി എന്താണെന്ന് അന്വേഷിച്ച് ദൈവത്തിന് ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി ദൈവത്തെ അനുസരിക്കാൻ വേണ്ടിയുള്ള ഒരു ഹൃദയമാണോ, ഒരു ആവേശമാണോ എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നത്? എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിലും എൻ്റെ നിങ്ങളുടെ അന്തരാത്മാവിലും ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് അന്വേഷിക്കുന്നൊരു പ്രകൃതമാണോ ഉള്ളത്? പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴികളോട് മത്സരിക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവിനോട് മല്ലടിക്കുന്നൊരു പ്രകൃതമല്ലേ ഉള്ളത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോന കയറിയ ആ കപ്പൽ പ്രതികൂലത്തിൽ തകരുമെന്ന ഘട്ടമെത്തിയപ്പോൾ ആ കപ്പൽ ജോലിക്കാരും കപ്പിത്താനും ഇതിൻ്റെ കാരണമെന്തെന്ന് കണ്ടുപിടിക്കാൻ യത്നിച്ചു. അവർ നറുക്കിട്ടു. അപ്പോൾ ആ നറുക്കിൽ യോനായുടെ പേര് വീണു. യോനായെ അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ കടൽ ശാന്തമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ അധ്യായത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഈ കപ്പലിനെതിരെ ഉണ്ടായ സകല ദുരന്തങ്ങൾക്കും കാരണം അനുസരണം കെട്ട യോന അതിനുള്ളിൽ പ്രവേശിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ യോനായെ കപ്പലിൽ നിന്ന് റിമൂവ് ചെയ്തപ്പോൾ, ഈ യോനായെ കപ്പലിൽ നിന്ന് വലിച്ചെറിഞ്ഞപ്പോൾ ആ കപ്പലിനെതിരെയുള്ള ദുരന്തങ്ങൾ മാറി. ആ കപ്പൽ യാത്രക്കാർക്കെതിരെയുള്ള ദുരന്തങ്ങൾ മാറി. ആ കപ്പലിൻ്റെ അപകടസ്ഥിതി മാറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുസരണക്കേട് അത്രമാത്രം ദൂഷ്യം വിളിച്ചു വരുത്തുന്ന ഒരു പാപമാണെന്ന് നാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. അനുസരണക്കേട് അത്രമാത്രം അനുഗ്രഹം കെടുത്തുന്ന ഒരു തിന്മയാണെന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ബൈബിളിൽ നാം കാണുന്ന അടിസ്ഥാനപരമായ ഒരു പ്രമേയമാണ്, ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുമ്പോൾ, അനുഗ്രഹിക്കാൻ വേണ്ടി വലിയ അനുഗ്രഹങ്ങളുമായി ദൈവം തൻ്റെ പ്രിയ മക്കളുടെ അടുത്ത് വരുമ്പോൾ ദൈവം ആദ്യം ഒരു അനുസരണം ആവശ്യപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം ഒരു നാൾ അബ്രാഹത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി അബ്രാഹത്തിൻ്റെ അരികിലേക്ക് വന്നു. ദൈവം അബ്രാഹത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നപ്പോൾ ദൈവം അബ്രാഹത്തോട് ഒരു ചെറിയ അനുസരണം ആവശ്യപ്പെട്ടു. ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, അബ്രാഹം, നിന്റെ ഏകജാതനായ നിന്റെ പ്രിയപുത്രനെ ഇസഹാക്കിനെ നീ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും തലപുകഞ്ഞ് ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സ്നേഹനിധിയായ ഈ ദൈവം ഈ അബ്രാഹത്തിൻ്റെ വാർദ്ധക്യത്തിൽ പറഞ്ഞ ഇസഹാക്കിനെ ബലി ചെയ്യണമെന്ന് അബ്രാഹത്തെ നിർബന്ധിക്കുന്നത്? ദൈവം ഈ അബ്രാഹത്തോട് ഇത് ആവശ്യപ്പെട്ടതിന് ശേഷം പിന്നെ ദൈവത്തെ കാണുന്നില്ല. പിന്നെ അബ്രാഹം കടന്ന് വലിയൊരു സംഘർഷത്തിൽ അകപ്പെടുകയാണ്. കാരണം എങ്ങനെ ഈ വിവരം സാറായോട് പറയും? എങ്ങനെ തന്നെ വാർദ്ധക്യത്തിൽ പിറന്ന ഈ പുത്രനെ സ്വന്തം കൈകൊണ്ട് ബലിയർപ്പിക്കും? എന്തായാലും ശരി, വലിയ മാനസിക സംഘർഷങ്ങൾക്ക് ശേഷം അബ്രാഹം ഒരു തീരുമാനമെടുത്ത്, ഞാൻ എൻ്റെ ജീവനേക്കാൾ അധികം സ്നേഹിക്കുന്ന എൻ്റെ പുത്രനെ എൻ്റെ ദൈവത്തെ അനുസരിക്കാൻ വേണ്ടി ഞാൻ ബലി ചെയ്യും. എൻ്റെ ദൈവത്തെ അനുസരിക്കാൻ വേണ്ടി എൻ്റെ പുത്രനെ ഞാൻ ദഹന ബലിയായി അർപ്പിക്കും. സകലത്തെക്കാൾ അധികമായി ദൈവത്തെ അനുസരിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്ന ഒരു ഹൃദയമാണ് അബ്രാഹത്തിൽ നാം കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം മാനുഷികമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒരിക്കലും മനസ്സിലാകാത്ത ഒരു സംഗതിയിൽ, ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അബ്രാഹം അകപ്പെട്ടിരിക്കുന്നത്. അബ്രാഹം സ്വന്തം ബുദ്ധിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും, സ്വന്തം യുക്തിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും, സ്വന്തം മനസ്സ് അനുവദിക്കുന്നില്ലെങ്കിലും അനുസരണക്കേടിൻ്റെ വഴി നടക്കാൻ അബ്രാഹം തുനിയുന്നില്ല. അബ്രാഹം പറഞ്ഞു, എനിക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും, എൻ്റെ മനസ്സ് അനുവദിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും, എൻ്റെ കുടുംബക്കാർ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും, എൻ്റെ ഭാര്യ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും, ആരൊക്കെ അനുവദിച്ചാലും ഇല്ലെങ്കിലും, ആരൊക്കെ എതിർത്താലും ഇല്ലെങ്കിലും, ഞാൻ എൻ്റെ ദൈവത്തെ അനുസരിക്കും. ഞാൻ എൻ്റെ ദൈവത്തെ അനുസരിക്കും. അബ്രാഹം ഇസഹാക്കിനെ ബലി ചെയ്യാൻ വേണ്ടി മോറിയ മലയിലേക്ക് കൊണ്ടുപോയി. മോറിയ മലയിൽ വിറകുകൾ അടുക്കി, മോറിയ മലയിൽ ദഹനബലിപീഠം ഒരുങ്ങി, മോറിയ മലയിൽ വെച്ച് അബ്രാഹം ഇസഹാക്കിനെ പിടിച്ച് ബന്ധിച്ച് ഈ വിറകിൻ്റെ മുകളിൽ വെച്ചു. അബ്രാഹം വാള് ഉറയിൽ നിന്ന് ഊരി ഈ ഏകപുത്രനെ വാളും കൊണ്ട് വെട്ടി ദഹനബലി അർപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന രംഗം ദൈവം പെട്ടെന്ന് ഇടപെട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം അബ്രാഹത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, അബ്രാഹം, അബ്രാഹം, നീ നിന്റെ പുത്രനെ വധിക്കരുത്. ഇതാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 15, 16, 17 വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടി കാണിക്കാത്തത് കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും.
നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ദൈവം മനസ്സ് നിറഞ്ഞ് അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ഒരു ഭാഗമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ. ഈ അനുഗ്രഹത്തിൻ്റെ തൊട്ട് മുമ്പ് ദൈവം അബ്രാഹത്തോട് ഒരു അനുസരണം ആവശ്യപ്പെട്ടു. ദൈവമക്കളെ, എല്ലാ അനുഗ്രഹത്തിൻ്റെയും തൊട്ട് മുമ്പ് ദൈവം ഒരു ചെറിയ അനുസരണം ആവശ്യപ്പെടും. എല്ലാ അനുസരണത്തിൻ്റെയും തൊട്ട് പിന്നാലെ അനുഗ്രഹത്തിൻ്റെ ഒരു പെരുമഴ തന്നെ ദൈവം ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അനുസരണം ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം കൊണ്ടുവരുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു മേഖലയാണ്. ഹല്ലേലൂയ. അബ്രാഹാം ദൈവത്തെ അനുസരിച്ചു. ഇതാ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ പെരുമഴ അബ്രാഹത്തിന് മേലുണ്ടായി. ഇവിടെ പറയുന്ന ദൈവം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 22:16 അബ്രാഹാത്തെ വിളിച്ച് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടി കാണിക്കാത്തത് കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. എല്ലാ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് കർത്താവ് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു മാത്രം പറഞ്ഞാൽ മതി, കാരണം ദൈവമാണ് സംസാരിക്കുന്നത്. പക്ഷെ ദൈവം അങ്ങനെ ഒന്നും ചെറിയ വാക്കുകൾ പറഞ്ഞു നിർത്തുകയല്ല. കർത്താവ് ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അനുസരണം അത്രമാത്രം ദൈവത്തിൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സുഹൃതമാണ്. ദൈവത്തിൻ്റെ മനസ്സിനെ അത്യധികം സന്തോഷിപ്പിക്കുന്ന സുഹൃതമാണ് അനുസരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മനസ്സ് നിറഞ്ഞ് ഇങ്ങനെ ദൈവം അനുഗ്രഹിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യം, നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം ചെയ്യും. ഏറ്റവും പ്രധാന കാര്യം 18-ാം വാക്യത്തിൽ രേഖപ്പെടും, നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുസരണം അത്യധികം ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു സുഹൃതമാണ്. അനുസരണം സാത്താൻ്റെ തലയെ തകർക്കുന്ന ഒരു സുഹൃതമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തു തുടക്കം തൊട്ട് അവസാനം വരെ ഏറ്റവും അധികം ശ്രദ്ധിച്ചത് ദൈവത്തെ അനുസരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു രംഗമുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സങ്കീർണങ്ങളായ സാഹചര്യങ്ങളിൽ കടന്നുപോയപ്പോഴും ഒരുപാട് തവണ പ്രലോഭനം ഉണ്ടായപ്പോഴും ദൈവത്തിൻ്റെ വഴി വിട്ട്, ദൈവത്തിൻ്റെ ആത്മീയ വഴികൾ വിട്ട് പലതരത്തിൽ അനുസരണക്കേടിലേക്ക് നയിക്കുന്ന പ്രലോഭനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ യേശു അതിനെല്ലാം അതിജീവിച്ച്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, മരണം വരെ, അതേ കുരിശ് മരണം വരെ അവിടുന്ന് അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം അവന് നൽകി. നോക്കുക, അനുസരണം വഴി തന്നെ അത്യധികം കുരിശ് മരണത്തോളം താഴ്ത്തിയത് കൊണ്ട് ദൈവം അവനെ ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകി. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 8, 9 വാക്യങ്ങളിലാണ് ഇത് കാണുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനുസരണം അങ്ങേയറ്റം യേശുക്രിസ്തു കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ഒരു സുഹൃതമാണ് അനുസരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ മനുഷ്യകുലത്തിൽ സകല പാപത്തിൻ്റെയും തലതൊട്ടമ്മ എന്ന് പറയുന്നത് അനുസരണക്കേടാണ്. നമ്മുടെ വല്യമ്മ പറുദീസയിൽ വെച്ച് ഹൗവ ആദ്യമായി ചതിയിലാക്കപ്പെട്ടത് ഈ അനുസരണക്കേടിൻ്റെ മേഖലയിലാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യകുലത്തിൻ്റെ ആദ്യത്തെ പാപം അനുസരണക്കേടാണെന്ന്, സകല പാപങ്ങളുടെയും തലതൊട്ടമ്മ ഈ അനുസരണക്കേടാണെന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്ന് നാം വായിക്കുന്നില്ലേ? പ്രിയപ്പെട്ട ദൈവമക്കളെ, സാത്താൻ മനുഷ്യകുലത്തിൻ്റെ സകല നന്മയെ നശിപ്പിക്കാൻ വേണ്ടി കൗശലപൂർവ്വം ഉപയോഗിക്കുന്ന ഒരു പാപമേഖലയാണ് അനുസരണക്കേടിൻ്റെ മേഖല. ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ആദ്യമായി വളർത്തിയെടുത്ത ഒരു രാജാവുണ്ട്. ആ രാജാവിൻ്റെ പേരാണ് സാവൂൾ. സാവൂളിനെ ദൈവം നേരിട്ട് തിരഞ്ഞെടുത്തു. സാവൂളിനെ ദൈവം നേരിട്ട് അനുഗ്രഹിച്ചു. സാവൂളിനെ ദൈവം നേരിട്ട് പരിശീലിപ്പിച്ചു. സാവൂളിന് നേരിട്ടെല്ലാം ചെയ്തു കൊടുത്ത് പടിപടിയായി അനുഗ്രഹിച്ച് സാവൂളിനെ ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ ആദ്യത്തെ നേതാവായി ഉയർത്തിക്കൊണ്ടുവന്നു.
അങ്ങനെ സാവൂൾ പ്രബലനായി. സാവൂളിന് കൊട്ടാരമുണ്ടായി, പദവിയുണ്ടായി, രാജ്യമുണ്ടായി, സേനയുണ്ടായി. എല്ലാം തികഞ്ഞപ്പോൾ സാവൂളിൻ്റെ ജീവിതത്തിലെ സകല നന്മകൾ നശിപ്പിക്കാൻ വേണ്ടി പിശാച് സാവൂളിന് കെണിയൊരുക്കി. പിശാച് സാവൂളിനെ വീഴ്ത്തിയത് അനുസരണക്കേടിൻ്റെ മേഖലയിലാണ്. ദൈവം സാവൂളിനോട് പറഞ്ഞു, ഈ ഇസ്രായേൽ ജനത്തിന് കനത്ത മാനനഷ്ടം ഉണ്ടാക്കിയ, കനത്ത അപമാനം വിളിച്ചു വരുത്തിയ അമലേക്കരെല്ലാം നീ തോൽപ്പിച്ച് നശിപ്പിക്കുക. എന്നാൽ സാവൂൾ ഇവിടെ ദൈവത്തെ അനുസരിക്കാൻ പരാജയപ്പെട്ടു. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 22-23 വാക്യങ്ങളിൽ ദൈവം തൻ്റെ പ്രവാചകനായ സാമുവേൽ പ്രവാചകനിലൂടെ സാവൂളിനോട് അരുളി ചെയ്യുന്ന വാക്യങ്ങൾ ശ്രദ്ധിക്കുക. തൻ്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റ് ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം. മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്. മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്. മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും കഠിന പാപമാണ് അനുസരണക്കേട്. പ്രൈസ് ദി ലോർഡ്. ദൈവം ആദ്യമായി വളർത്തി വലുതാക്കിയ ഇസ്രായേൽ ജനത്തിന്റെ ആദ്യത്തെ രാജാവ് സാവൂള്. അവനെ ദൈവം അനുഗ്രഹം കൊണ്ട് മുടിചൂടാ മന്നനാക്കി മാറ്റി. എന്നാൽ അവൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ട പിശാച് അവനെ തല്ലി തകർക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ്റെ മേൽ പ്രയോഗിച്ച കുതന്ത്രമാണ് അനുസരണക്കേടിലേക്ക് നയിക്കുന്ന ചിന്ത. അങ്ങനെ സാവൂൾ തകർന്ന് തരിപ്പണമായി. സാമുവേൽ പ്രവാചകൻ 2-ാമത്തെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ സാവൂളിനെ കുറിച്ച് രംഗം നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു യുദ്ധത്തിൽ തകർന്ന് തോറ്റ് തുന്നമ്പാടി അപമാനിതനായി പരാജിതനായി സകല തരത്തിലുള്ള നന്മയും നഷ്ടപ്പെട്ട് കരിക്കട്ട പോലെയായ സാവൂള് സ്വന്തം വാള് കുത്തി നിർത്തി അതിനുമേ കമന്ന് വീണ് അവൻ്റെ ഉദരം പിളർന്ന് കുടൽമാലകൾ പുറത്തു ചാടി ചോര വാർന്നൊഴുകി ജീവൻ പോകാതെ നീറി വിഷമിക്കുമ്പോൾ ആ വഴിയെ വന്നൊരു അമലേക്കിനോട് നിന്റെ വാളൂരി എന്നെ ഒന്ന് വെട്ടിക്കൊല്ലാമോ എന്ന് ചോദിച്ച് കേഴുന്ന സാവൂളിനെ സാമുവേൽ പ്രവാചകൻ 2-ാം പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവം വളർത്തിയ ആദ്യത്തെ രാജാവിൻ്റെ ദയനീയമായ അന്ത്യം. ഈ അന്ത്യത്തിലേക്ക് അവനെ നയിച്ച പ്രധാനപ്പെട്ട പാപചതി ഏതായിരുന്നു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്? അനുസരണക്കേട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുസരണക്കേടിന് വലിയ സ്വാധീനമുണ്ട്. ദൈവം മാലാഖമാരിൽ അത്യധികം അനുഗ്രഹിച്ചൊരു വ്യക്തിയാണ് ലൂസിഫർ. അവനെക്കുറിച്ച് പറയുന്നത് സംഗീതത്തിൻ്റെ പുത്രൻ. അവൻ നടക്കുമ്പോഴും സംഗീതം, തിരിയുമ്പോഴും സംഗീതം, എപ്പോഴും അവന് സംഗീതാത്മകമായ ചലനങ്ങളായിരുന്നു. അത്രയും ദൈവം സ്നേഹിച്ച് ഉയർത്തിയ വ്യക്തിയാണ് ലൂസിഫർ. മാലാഖമാരുടെ നാട്ടിൽ സംഭവിച്ച ആദ്യത്തെ പാപം എന്താണ്? മാത്സര്യം, അനുസരണക്കേട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് മാലാഖമാരുടെ ഇടയിലാണെങ്കിലും മനുഷ്യരുടെ ഇടയിലാണെങ്കിലും ഏറ്റവും ആദ്യത്തെ പാപത്തിൻ്റെ ഗണത്തിൽപ്പെടുന്നതാണ് അനുസരണക്കേട്. ഒരു ദൈവഭയത്തിന് സകല നന്മകൾ നശിപ്പിക്കാൻ സാത്താൻ കൗശലപൂർവ്വം ഉപയോഗിക്കുന്ന ആയുധമാണ് അനുസരണക്കേട്. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ വചനം കേട്ട് ഹൃദയത്തിൽ അങ്ങയുടെ ഇടപെടലിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും അങ്ങയുടെ ആത്മാവ് ഇപ്പോൾ അതിശയകരമായി വ്യാപരിക്കട്ടെ. വർഷങ്ങളായി അനുസരണക്കേടിൻ്റെ ആത്മാവ് ബന്ധിച്ചിട്ടിരിക്കുന്ന ഓരോ മകനിൽ നിന്നും മകളിൽ നിന്നും അനുസരണക്കേടിൻ്റെ ദുഷ്ടാത്മാവിനെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബന്ധിച്ച് കെട്ടി നിത്യാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ദുഷ്ടാത്മാവെ, അനുസരണക്കേടിൻ്റെ ദുരാത്മാവെ, നസ്രനായി യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ദൈവമക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും സഭാ സമൂഹങ്ങളിൽ നിന്നും കൂട്ടായ്മകളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ വിട്ടൊഴിഞ്ഞു പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കൃപയുടെ ആത്മാവ് നിറയട്ടെ, അനുസരണത്തിൻ്റെ ആത്മാവ് നിറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയട്ടെ, വിശുദ്ധിയുടെ ആത്മാവ് നിറയട്ടെ, ഹൃദയ തുറവിയുടെ ആത്മാവ് നിറയട്ടെ. മത്സരത്തിൻ്റെയും മറുതലിപ്പിൻ്റെയും വിമത സ്വഭാവത്തിൻ്റെയും എതിർപ്പിൻ്റെ അരുവികൾ യേശുനാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പ്രവാചകനിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നു, മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്. മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും. ഓരോരുത്തരുടെയും അന്തരംഗത്തിൽ ദൈവത്തിൻ്റെ കൃപയുടെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കി നിലകൊള്ളുന്ന എല്ലാ എതിർപ്പിൻ്റെ അരുവികളും സ്വാധീനങ്ങളും വിട്ടുമാറിപ്പോകണം. സകല നന്മകളുടെയും
എല്ലാ തരത്തിലുള്ള സ്വാധീനങ്ങളെയും നശിപ്പിക്കാൻ തക്കവണ്ണം അനുസരണക്കേടിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അത് വിട്ടുമാറി പോകട്ടെ. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുന്നു. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. കർത്താവ് എല്ലാ ഹൃദയങ്ങളിൽ നിന്നും മാത്സര്യം വിട്ടുപോകട്ടെ. എല്ലാ ഹൃദയങ്ങളിൽ നിന്നും അനുസരണക്കേടിൻ്റെ എല്ലാ സ്വഭാവ വിശേഷങ്ങളും സൗഖ്യമാകട്ടെ. തലമുറകളെ അനുസരണക്കേടിൻ്റെ സ്വഭാവത്താൽ ബന്ധിക്കപ്പെട്ടു വരുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ ഈ കുടുംബങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും അനുസരണക്കേടിൻ്റെ എല്ലാ സ്വാധീനങ്ങളും വിട്ടുമാറി പോകട്ടെ. എൻ്റെ പേര് ജെസ്സി. ഞാൻ വരുന്നത് കൂവപ്പള്ളിയുടെ നിന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ സാക്ഷ്യം പറഞ്ഞത്. എൻ്റെ ഭർത്താവിൻ്റെ ദേഹത്ത് ആദ്യം ഒരു ചൊറിഞ്ഞ് ചുമന്ന പാടുപോലെ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവിടെ ചെന്ന് വയറ്റുവേദനയും തുടങ്ങി. ഡോക്ടർ പറഞ്ഞു ഇവിടെ കിടന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമ്മതിച്ചു. കിടന്ന് പരിശോധിക്കുമ്പോൾ വയറുവേദന കൂടി, ഛർദിയും തുടങ്ങി. വയറ്റിൽ നിന്ന് ബ്ലഡ് പോവുകയും ബ്ലഡ് ഛർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു. സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്യാൻ പോകാൻ ഒരുങ്ങിയിരുന്നപ്പോൾ പെട്ടെന്ന് ബ്ലഡ് ഛർദ്ദിച്ച ബോധം കെട്ടുപോയി. കണ്ണെല്ലാം മേൽപോട്ട് പോയി, ശ്വാസമെല്ലാം നിലച്ചു. പെട്ടെന്ന് ഡോക്ടർമാർ ഓടി പറഞ്ഞു ഈ ഹോസ്പിറ്റലിൽ രക്ഷയില്ല, നിങ്ങൾ വേറെ എവിടെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അവിടെ നിന്ന് ഓക്സിജനും കൊടുത്ത് എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു ശരീരത്ത് മരുന്ന് കയറുമോ നോക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് സഹ്യനാഥിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 3 മണിക്കൂറിനകം ശരിയാവുമെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റട്ടെന്ന് ഡോക്ടർ പറഞ്ഞു. 3 മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ ICU ഇറങ്ങിയെന്ന് പറഞ്ഞു. നിങ്ങളെ പ്രാർത്ഥന ദൈവം കേട്ടു, രോഗത്തിന് അല്പം കുറവുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ബ്ലഡ് പോകുകയും 3 ദിവസം ബോധം കെട്ട് കിടക്കുകയും ചെയ്തു. 4-ാം ദിവസം ബോധം തെളിഞ്ഞു. വീണ്ടും ബ്ലഡ് ഛർദ്ദിക്കുകയും ബ്ലഡ് വയറ്റിൽ നിന്ന് പോവുകയും. ഡോക്ടർ പറഞ്ഞു ഇവിടെയും രക്ഷയില്ല, നിങ്ങൾ വേറെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ബ്ലഡ് വയറ്റിൽ നിന്ന് ബ്ലഡ് കട്ട തന്നെയാണ് പോകുന്നത്. എന്ത് രോഗമാണോ ദൈവമേ ഞാൻ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. 1 മാസത്തോളം വെള്ളം കുടിക്കാതെ ട്രിപ്പ് കൊണ്ട് തന്നെ കഴിഞ്ഞു. ഇവിടെ ഞാൻ ആൻറ്റിയോട് വിളിച്ച് പറഞ്ഞു, ആൻറ്റി ഇന്ന പോലെ രോഗം കൂടുതൽ എത്രയും വേഗം വരണം, എന്തെങ്കിലും ചെയ്യണം, ശരിയെന്ന് വിളിച്ച് പറയണം. ആൻറ്റി ഇവിടെ വന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ എണ്ണ വെഞ്ചരിച്ച് തന്നു, പ്രാർത്ഥിച്ചു. ആ എണ്ണ കൊടുത്തു. പിറ്റേ ദിവസം മുതൽ മൂക്കിൽ നിന്ന് ട്യൂബ് മാറ്റി രക്തം പോക്ക് നിന്നു. ഇപ്പോൾ ദൈവം പൂർണ്ണ സൗഖ്യം തന്നു. എല്ലാ ആഹാരങ്ങളും കഴിക്കാനും തുടങ്ങി. 1 മാസം വെള്ളം മാത്രം കുടിച്ച ഞങ്ങൾക്ക് ദൈവം ഒത്തിരി ശക്തി പറഞ്ഞു. നോക്കിയാൽ വളരെ ക്രിട്ടിക്കലായുള്ളൊരവസ്ഥയായിരുന്നു സഹോദരന്. 1 മാസം വെറും വെള്ളം മാത്രം കുടിച്ചാണ് കഴിഞ്ഞത്. പക്ഷേ നോക്കി നമ്മളിവിടുന്ന് വെഞ്ചരിച്ച് എണ്ണ കൊടുത്തു, അതൊക്കെ ഒന്ന് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് കർത്താവ് അങ്ങോട്ട് ഇടപെട്ട് സഹോദരൻ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യം. ഇപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ബസ്സിലാണ് വന്നത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. യേശുവേ, പ്രൈസ് ദി ലോർഡ്.